ഹലോ ഡിയർ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ നയനയും മാതൃശ്ശി ഇങ്ങനെ കിടക്കുക കേട്ടോ. പക്ഷേ നയനയ്ക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കിയിട്ട് ഇടയ്ക്ക് ആദർശ് ഉറങ്ങിയോ ഇല്ലയോ എന്നൊക്കെ ഇങ്ങനെ എത്തി വലിയ നോക്കുകയാണേ. മനസ്സിൽ മുഴുവൻ പുതിയൊരു ജന്മം കിട്ടിയതുപോലുള്ള ഒരു അനുഭൂതിയാണ്. അമ്മയും മകളുമായിട്ടുള്ള ആ സുന്ദര നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തിട്ടാവാം ഒരു പക്ഷേ നയനയ്ക്ക് ഉറക്കം വരാത്തത്. എന്താണെങ്കിലും രാത്രിയിൽ കിടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചതിന് ശേഷം സന്തോഷത്തോടു കൂടി എണീച്ചിട്ട് പടം വരയ്ക്കാമെന്നുള്ള രീതിയിലൊക്കെ എണീച്ച് പോവാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് എണീക്കുവേ. ആദർശ് എണീച്ചിട്ട് ഇപ്പോൾ എവിടെ പോവാന്നൊക്കെ ചോദിക്കും കേട്ടോ. നാളെ രാവിലെ നമ്മുടെ പടം വരയ്ക്കാനാണെങ്കിൽ നമ്മുടെ ഓഫീസിൽ വന്നതിന് ശേഷം പടമൊക്കെ വരയ്ക്കാമല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ പറയും ഇപ്പം നല്ലൊരു മൂഡ് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണെങ്കിൽ പിക്ചർ വരയ്ക്കുകയാണെങ്കിൽ നല്ല ഡിസൈൻസുകളൊക്കെ കിട്ടും. ഇപ്പോൾ ആദർശമായിട്ടും കിടന്നുറങ്ങാൻ ഞാൻ പോയി അത് വരച്ചിട്ടൊക്കെ വരാമെന്നിങ്ങനെ പറയുകയാണേ. അങ്ങനെ ആദർശിന് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് നയന അവിടുന്ന് അങ്ങോട്ടേക്ക് പോവുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ പടം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈ ഡിസൈൻ വന്നാൽ ശരിയാവത്തില്ല, ഇങ്ങനെയൊക്കെ ഇന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ ദേവയാനിയെ കാണിക്കുകയാണ്. ദേവയാനിയും ഹസ്ബൻഡും റൂമിൽ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ദേവയാനിക്ക് ഇങ്ങനെ ഉറക്കം വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ എണീച്ച് പോയിട്ട് ഒന്ന് പോയി നോക്കാമെന്നൊക്കെ കണ്ടുകൊണ്ട് ഇത്തിരി വെള്ളം കുടിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങി വരുവേ. അപ്പോഴത്തേക്കിനാണ് നമ്മുടെ നയന അവിടെ ഇരുന്ന് പടം വരയ്ക്കുന്നത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ദേവയാനിക്ക് ഭയങ്കര സന്തോഷമാകും കേട്ടോ. മോൾ ഉറങ്ങിയില്ലായിരുന്നോ, ഈ രാത്രിക്ക് ഇവിടെ വന്നിരുന്ന് പടം വരയ്ക്കുകയാണോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. നമുക്ക് നല്ലൊരു കാപ്പി എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കും കേട്ടോ. വേണ്ട അമ്മ എന്നൊക്കെ പറയും. എന്നാലും കുഴപ്പമില്ല, മോൾ പടം വരയ്ക്കുകയല്ലേ, ഞാനൊരു ഒരു ഗ്ലാസ് കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്നൊക്കെ പറയുവേ. അതിനിടയ്ക്ക് ദേവയാനി ചോദിക്കുന്നുണ്ട്, മോൾക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കും കേട്ടോ. അപ്പം നയന പറയുകയാണ്, ഈ സമയത്തോ, രാത്രി 1 മണിയായി, ഇപ്പോൾ എങ്ങനെ ആരെങ്കിലും കഴിക്കുമെന്നൊക്കെ ചോദിക്കും കേട്ടോ. അന്നേരം പറയും, നല്ലൊരു ഉണർവ് കിട്ടാൻ ഏത് സമയത്താണെങ്കിലും ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ കൊണ്ടുവരാമെന്നും പറഞ്ഞ് ദേവയാനി അങ്ങോട്ടേക്ക് പോവുകയാണേ. പിന്നെ കാണിക്കുന്ന നമ്മുടെ അനാമികയാണ് കേട്ടോ. അനാമികയ്ക്ക് രാത്രിക്ക് കിടന്നിട്ട് ഉറക്കം വരാതെ അനാമിക ഇങ്ങനെ പതിയെ ഇറങ്ങി വരികയാണ്. അപ്പോഴാണ് നമ്മുടെ നയന അവിടെ ഇരുന്ന് പടം വരയ്ക്കുന്നത് കാണുന്നത് കേട്ടോ. ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ച് അന്നത്തേക്കിന് ഇവിടെ വന്ന് കുത്തിയിരിക്കുകയാണോ എന്നിങ്ങനെ അനാമിക മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പം അനാമിക വന്നിട്ട് നയനോട് ചോദിക്കുവാണ്, നിങ്ങൾക്ക് ഉറക്കമൊന്നും ഇല്ലയെന്ന് ചോദിക്കും കേട്ടോ. നിനക്ക് ഉറക്കമില്ലാത്തതുകൊണ്ടാണല്ലോ എന്നെ കണ്ടതെന്ന് പറയുകട്ടെ. എൻ്റെ മുറിയിലുള്ളവനെ കഴിഞ്ഞും കൂടുതൽ സ്വസ്ഥത കിട്ടുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നിരുന്നത്. അപ്പോൾ അതിനെ കഴിഞ്ഞും സ്വസ്ഥത കിട്ടുന്ന ആളാണ് ഇവിടെ ഇരിക്കുന്നതെന്നിങ്ങനെ അനാമിക പറയുവാണേ. അപ്പോൾ അനാമിക ഇങ്ങനെ പറയുന്നതൊക്കെ ദേവയാനയും കേട്ട് നിന്നിട്ട് തല കുനിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന ചോദിക്കുകയാണ്, നിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഈ വീട്ടിലുള്ള എല്ലാവരും നാട് വിട്ടു പോകണോ എന്ന് ചോദിക്കുകയാണേ. നിങ്ങയൊക്കെ കാരണം മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഈ വീട്ടിൽ നിന്ന് ഓടിപ്പോകേണ്ട അവസ്ഥ ഉണ്ടാവുമെന്നാണ് തോന്നുന്നതെന്ന് ഇങ്ങനെ അനാമിക പറയുവേ. അപ്പം നമ്മുടെ നയന് പറയും, അത് എൻ്റെ കുറ്റമല്ല എന്നിങ്ങനെ പറയുവേ. എന്താണെങ്കിലും വല്ലാത്ത ഒരു വീട് തന്നെ, വഴുതിട്ട് വന്ന് കയറിപ്പോയെന്ന് പറയുവേ. അപ്പോൾ നയന പറയുന്നുണ്ട്, കല്യാണത്തിന് മുന്നേ ഈ വീട്ടിലേക്ക് വന്ന് കയറാനായിട്ട് ഭയങ്കര ഉത്സാഹമായിരുന്നല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ടോ. അന്നൊക്കെ ഈ വീട്ടിനകത്തോട്ട് ഇടിച്ച് കയറി വരുമായിരുന്നല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അനാമിക പറയുകയാണ്, അങ്ങനൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല, വളഞ്ഞ വഴിയിലൂടെ ഈ വീട്ടിനകത്തേക്ക് കയറി പറ്റിയത് ആരൊക്കെയാണെന്ന് ഞാൻ പറയണ്ടല്ലോ എന്നിങ്ങനെ ചോദിക്കുവേ. അതുകൊണ്ട് എന്താ, നിനക്ക് നിൻ്റെ അമ്മായിയമ്മയുടെ സ്നേഹം കിട്ടുന്നുണ്ടോ? എന്നെ നോക്ക്, എൻ്റെ അമ്മായിയമ്മ എന്നെ കൈവെള്ളയിലാണ് കൊണ്ട് നടക്കുന്നതെന്ന് ഇങ്ങനെ പറയുവേ. അപ്പോൾ നയന പറയുകയാണ്, അമ്മായിയമ്മമാർ കൈവെള്ള കൊണ്ടുപോയി നടന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല, സ്വന്തം ഭർത്താവിൻ്റെ സ്നേഹമാണ് ആദ്യം കിട്ടേണ്ടത് എന്നിങ്ങനെ പറയും കേട്ടോ. അവൻ എന്നെ സ്നേഹിക്കാൻ സമ്മതിക്കത്തില്ലല്ലോ നിന്റെ അനിയത്തി, വെറുതെ അല്ല, അതുകൊണ്ടാണ് ചിക്കൻ ബോക്സ് വന്ന് കിടക്കുന്നതെന്ന് ഇങ്ങനെ അനാമിക പറയുവേ. അപ്പോൾ ദേവയാനി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും നയനയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് ചാടി എണീച്ചിട്ട് പറയുവാണ് കേട്ടോ, ആർക്കെങ്കിലും ഇത്തിരി അസുഖം വന്നെന്ന് കരുതി അത് കൊച്ചാക്കി കാണിച്ചുകൊണ്ട് അവരെ താഴ്ത്തിക്കെട്ടി പറയുന്നത് അത്ര നല്ല ശീലമൊന്നും അല്ല എന്നിങ്ങനെ നയന പറയുവാണേ. നയന പറയുന്നുണ്ട്, രോഗം അപകടമൊക്കെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാനുള്ളതേ ഉള്ളൂ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അനാമിക പറയാണ്, മനസ്സിന് സുഖമില്ലാത്തവർക്ക് എപ്പോഴും ഇങ്ങനെ അസുഖം വന്നുകൊണ്ടിരിക്കും. അപ്പം നയന പറയാണ്, അത് നിന്നെപ്പോലെ വികലമായിട്ട് ചിന്തിക്കുന്ന പെൺകുട്ടികളുടെ കാഴ്ചപ്പാട് ഇങ്ങനെ പറയുവേ. നീ നോക്കിക്കോ, അവൾ ഒരു കാലത്തും SI ആകാൻ പോകുന്നില്ല. ദൈവങ്ങൾ അതെന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുകൊണ്ട് അത് മുടക്കി കളയും എന്നിങ്ങനെ അനാമിക പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനി മറിഞ്ഞു നിന്നെല്ലാം കേട്ടുകൊണ്ടിരിക്കുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ നയന പറയേ, ഞങ്ങളതെല്ലാം അങ്ങ് സഹിച്ചാൽ പോരെന്ന് പറയും കേട്ടോ. അത് കഴിഞ്ഞിട്ട് അനാമിക പറയുകയാണ്, നിനക്കിതൊക്കെ വേറെ എവിടെയെങ്കിലും പോയിരുന്ന് വരച്ചു വിടുകയും ചോദിക്കുക. അപ്പോൾ നയന പറയും, ഇല്ല, ഞാൻ ഇവിടെ തന്നെ ഇരുന്നിട്ടേ വരയ്ക്കുന്നുള്ളൂ എന്നിങ്ങനെ പറയുകയാണേ. നീ വന്നു എന്നും പറഞ്ഞുകൊണ്ട് ഓടി ഒളിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ അനാമിക പറയുകയാണ്, എന്നാൽ പിന്നെ ഞാൻ പോകാം, മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് കുറേ എണ്ണങ്ങൾ വന്നിരിക്കുക എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്നിട്ട് അനാമിക നേരെ ചെല്ലുന്ന റൂമിലോട്ടാണ് കേട്ടോ. റൂമൊക്കെ അതൊക്കെ അടച്ച് കുറ്റിയൊക്കെ ഇടുവേ. അതിനുശേഷം നോക്കുമ്പോൾ നമ്മുടെ അനി ഇങ്ങനെ നന്ദുവിൻ്റെ ഫോട്ടോയും കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. വന്ന പടിയെ തന്നെ അനാമിക പറയുന്നുണ്ട്, അവളുടെ ഫോട്ടോ ആയിരിക്കും നോക്കിക്കൊണ്ടിരുന്നത് എന്ന് പറയും കേട്ടോ.
അപ്പോഴത്തേക്കിനും അനു ചോദിക്കും, നീ ഈ സമയത്ത് എവിടെ പോയതായിരുന്നു എന്ന് പറയുവേ. അപ്പോൾ പറയും, ഇത്തിരി സമാധാനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് താഴോട്ടൊന്ന് പോയതാണ്. അപ്പോൾ അവിടെയും സമാധാനക്കേട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു എന്ന് പറയും കേട്ടോ. ഞാൻ എവിടെ പോയാലും നിനക്കെന്താ, ഇപ്പോൾ ഞാൻ വീട് വിട്ട് പോയെന്നാൽ അത്രയും നല്ലതെന്നല്ല നീ ഇങ്ങനെ ആലോചിക്കുന്നതെന്ന് ചോദിക്കുവേ. അപ്പോൾ അനു പറയാണ്, എൻ്റെ മനസ്സിപ്പോൾ എന്നെ കഴിഞ്ഞ് നല്ലതായിട്ട് നിനക്ക് അറിയാവുന്നതെന്ന് ഇങ്ങനെ അനു പറയുകയാണേ. ഏട്ടത്തിയാണെങ്കിൽ ഉറക്കം കളഞ്ഞിരുന്ന് അങ്ങനെ വരയ്ക്കാറുണ്ട്. അതൊക്കെ വലിയ അച്ചീവ്മെൻറ്റുകളിലേക്ക് എത്തിയിട്ടുമുണ്ട്. അതെ അതെ, ഇവളുമാരൊക്കെ രാത്രിയെ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ്. ഇനി ഇവളുമാരെയൊക്കെ തപ്പി രാത്രിയിൽ ആരെങ്കിലും വരുന്നില്ലെന്ന് ആര് കണ്ടു എന്നിങ്ങനെ അനാമിക പറയുക കേട്ടോ. അപ്പോൾ എനിക്കങ്ങ് ദേഷ്യം വരികയാണ്. എടി, അങ്ങനെയുള്ള സംസ്കാരത്തിലല്ല ഏടത്തി വളർന്നിരിക്കുന്നത്. നിന്റെയൊക്കെ സംസ്കാരം അതായിരിക്കും. അതുകൊണ്ടാണ് നീയൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നിങ്ങനെ അനു പറയുക കേട്ടോ. എന്നെയാണ് വല്ലവരും ഇങ്ങനെ പറഞ്ഞെങ്കിൽ നീ അതൊക്കെ വക വയ്ക്കുമായിരുന്നു അല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പം അനു പറയാണ്, ആ ചിലപ്പം അങ്ങനെയാണ്, നീയും നിന്റെ അച്ഛനും അമ്മയും ഒന്നും ശരിയല്ല അതിങ്ങനെ പറയും കേട്ടോ. അപ്പം അനാമി പറയാണ്, നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ എൻ്റെ അച്ഛനും അമ്മേനും പറഞ്ഞ വിവരം അറിയും. സത്യം പറഞ്ഞാൽ മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ താമസിക്കുന്നത് തന്നെ. തികച്ചും മരിച്ച ജീവിതത്തെ ഒരു അവസ്ഥയാണെന്നും പറഞ്ഞുകൊണ്ട് അനാമിക പുതപ്പിട്ട് മൂടിയിട്ട് കിടക്കുകയാണ്. അപ്പൊ അനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, എത്ര നാൾ ഈ വീഴ്പ്പ് ചുമക്കേണ്ടി വരുമോ എൻ്റെ ദൈവമേ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ നയനേനും ദേവയാനിനെയാണ് കാണിക്കുന്നത്. അവളുടെ ഏട്ടത്തിയാണ്. അതിനൊരു റെസ്പെക്റ്റ് പോലും മോൾക്ക് അവൾ തരാറില്ല അല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എനിക്കതൊന്നും പ്രശ്നമില്ലമ്മേ, അവള് അനിയെ നന്നായിട്ട് സ്നേഹിച്ചാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ദേവയാൻ പറയാണ്, എനിക്കും അതാണ് പറയാനുള്ളത്. എനിക്ക് നന്ദുവിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം നീ ആദർശിനോട് നേരത്തെ പറയേണ്ടതായിരുന്നു. ഞാനും ജലജയും ഒക്കെ അതിനെ എതിർത്തെങ്കിലും അവർക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ മുത്തശ്ശനും ജയേട്ടനും അതുപോലെ ആദർശും ഒക്കെ കൂടി അവരെ ഒന്നിപ്പിച്ചേനെ എന്നിങ്ങനെ ദേവയാനി പറയുന്നുണ്ട്. അത് ശരിയല്ലമ്മേ, ഞാനും എൻ്റെ ചേച്ചിയും ഒന്നും നേരായ വഴിക്കല്ല ഈ തറവാട്ടിലോട്ട് കയറിയത്. എന്നാൽ നേരായ വഴിക്ക് ആലോചിച്ചിട്ട് തന്നെയാണ് അനാമികനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. എന്നാൽ നന്ദുവിനെയാണ് ആലോചിക്കുന്നതെങ്കിൽ ഒരു യുദ്ധം നടത്തിയതിന് ശേഷം മാത്രമേ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളായിരുന്നു. എന്താണെങ്കിലും അനിയും അനാമികയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞല്ലേ മോളെ. ഇനി നന്ദുവിൻ്റെ പേര് പറഞ്ഞിട്ട് അവരിങ്ങനെ വഴക്കടിക്കുന്നത് അത് മോശമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. സത്യം പറഞ്ഞാൽ അനി ആദർശിനെ പോലെ നല്ലവനാ, ശുദ്ധനാണ്. എന്നാൽ അവൻ്റെ കല്യാണം കഴിഞ്ഞ് പിന്നെ അവൻ്റെ മുഖം പ്രസാദിച്ചായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. അനിയുടെ സങ്കടത്തിനൊക്കെ ഒരു മാറ്റം വരുത്തണം മോളെ. വേണുവും അവരൊക്കെ അനാമികേനെ ഒറ്റ മകളായതുകൊണ്ട് വളരെയധികം ലാളിച്ചാണ് വളർത്തിയത്. അതിൻ്റെതായ പ്രശ്നങ്ങളും അവൾക്കുണ്ട്. അങ്ങനെയുള്ള കുട്ടികളൊക്കെ സംസാരിക്കുന്നതും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. പക്ഷേ അങ്ങനെയൊന്നും അല്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് അവളെ നല്ല രീതിയിൽ കൊണ്ടുവരണം മോളെ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഒരു കാരണവശാലും അനിയും അനാമികയും തമ്മിൽ ബന്ധം വേർപെടരുത്. അതിന് മോളുടെ അനിയത്തി ഒരിക്കലും ഒരു തടസ്സവും ആവരുത് എന്നിങ്ങനെ ദേവയാനി നമ്മുടെ നായനോട് പറയുകയാണ് കേട്ടോ. അനിയും അനാമികയും ഒത്തുചേർന്ന് നല്ല രീതിയിൽ പോയാൽ മതിയായിരുന്നു. എന്നിട്ട് പിന്നെ ദേവയാനി ചോദിക്കുക, ചായക്ക് കടുപ്പമുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പം നയന പറയും, നല്ല സൂപ്പറായിട്ട് നല്ല കടുപ്പമുണ്ടോ എന്ന് പറയുവേ. ഞാൻ മനഃപൂർവ്വം ഇട്ടതാണ്, രാത്രിയല്ലേ ഉറക്കം വരാതിരിക്കുക എന്ന് പറയും കേട്ടോ. എവിടെ കാണട്ടെ, വരച്ചതൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വരച്ചത് എടുത്ത് നോക്കും കേട്ടോ. മനോഹരമായിട്ടുണ്ടെന്ന് പറയും. അപ്പം നയന പറയും, അമ്മ മൊത്തമൊന്നും ആയിട്ടില്ലെന്ന് പറയും. എന്താണെങ്കിലും വരച്ചത്രയും സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുവേ. മോളെ, നാളെ എന്താ പ്രോഗ്രാം? നാളെ ഇത്തിരി സമയം ഫ്രീ ആകാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ എന്താ ചോദിക്കുക, അല്ല നമുക്കൊന്ന് വെളിയിൽ പോകാമെന്ന് പറയും കേട്ടോ. എന്നാൽ ഞാൻ ആദർശേട്ടനോട് പറയാം, നവ്യേച്ചിയുടെ 7ാം മാസ ചടങ്ങല്ലേ, അപ്പോൾ അമ്മയും നന്ദുവായിട്ടൊന്ന് വെളിയിൽ പോകാനുണ്ടെന്ന് ഞാൻ പറയാം എന്നിങ്ങനെ പറയുവാണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ കാറുമായിട്ട് പുറത്ത് നിൽക്കാം എന്ന് പറയാണ് കേട്ടോ. പിന്നെ ഉള്ളത് അടിപൊളി സീനാണേ, നല്ല പാട്ടാണേ. അങ്ങനെ നല്ലൊരു പാട്ടുകളൊക്കെ ആയിട്ട് അവരിങ്ങനെ അടിച്ചു പൊളിച്ച് ബൈക്കിലും ഡ്രസ്സ് എടുക്കാനും പാർക്കിലും നമ്മുടെ എല്ലായിടത്തും അവരിങ്ങനെ കറങ്ങി നടന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ്. അങ്ങനെ നല്ലൊരു പാട്ട് കേട്ട ആ ഒരു മാധുര്യത്തിൽ നമ്മുടെ നയന ഉറങ്ങാൻ കിടക്കാം കേട്ടോ. പിന്നെ രാവിലത്തെ സീനാണ് കേട്ടോ. നമ്മുടെ നയന ഇങ്ങനെ പിങ്ക് കളർ സാരിയൊക്കെ ഉടുത്തിട്ട് നമ്മുടെ തലമുടിയൊക്കെ തോർത്തിക്കൊണ്ട് നിൽക്കുന്ന സീനാണ്. ഉറങ്ങി എണീച്ചിട്ട് കുളിച്ചിട്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി ഇങ്ങോട്ടേക്ക് വരും കേട്ടോ. തലമുടി മുഴുവൻ വെള്ളമാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി തോർത്ത് മേടിച്ചിട്ട് അങ്ങനെ തല തോർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ തല തോർത്തി കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നാൽ ഇവരതൊന്നും കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെ തല തോർത്തി കൊടുക്കുന്നത് കണ്ടപ്പോഴത്തേക്കിനും മുത്തശ്ശി ഇങ്ങോട്ട് വന്നിട്ട്, മരുമകളുടെ മുടി തലമുടിയൊക്കെ തോർത്ത് കൊടുക്കുകയാണോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നയന പറയുന്നുണ്ടായിരുന്നു, ഇതാ മുത്തശ്ശി എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും പെട്ടെന്ന് അങ്ങ് തട്ടി മാറ്റുവേ. മുടി മുഴുവൻ വെള്ളമാണ്
മോളാണ്, ഇവളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, മുടി മുഴുവൻ വെള്ളം വീണ് കഴിഞ്ഞാൽ പനി വരത്തില്ലേ, ജലദോഷം വരത്തില്ലേ, ഇനി ആ ഒരു കാരണം മതി ആദർശിന് പ്രശ്നമാകാനായിട്ട് എന്ന് പറയും കേട്ടോ. ഇവൾക്ക് വീട്ടിൽ പോകാനും എന്നൊക്കെ പറയുക. അപ്പോൾ മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറയും കേട്ടോ, അവൾ എത്ര ദേഷ്യപ്പെട്ടാലും അതൊന്നും കാര്യമാക്കേണ്ട, അത് നല്ലതിന് തന്നെയാണ്. എന്താണെങ്കിലും മോളോടുള്ള ആ ഒരു ഭാവമൊക്കെ മാറിയിട്ടുണ്ട്, അവൾക്ക് സ്നേഹമുണ്ട് മോളോട് എന്ന് പറയും കേട്ടോ. ഇനി എങ്ങാനും അവൾ അറിഞ്ഞോ മോളാണ് അവൾക്ക് കരൾ കൊടുത്തതെന്ന് അവൾ അറിഞ്ഞു കാണുമോ എന്നിങ്ങനെ മുത്തശ്ശി സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ നയന പറയണേ, അതൊന്നും പറയാൻ പറ്റത്തില്ല, അറിയത്തില്ലെന്നാ തോന്നുന്നേ, ഇവിടെ നിന്ന് തല തോർത്തി തന്നപ്പോൾ പോലും കൂടെ എന്നെ ഓരോന്ന് വഴക്ക് പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നു എന്നിങ്ങനെ പറയട്ടോ. എന്താണെങ്കിലും ദേവയാനിക്ക് നല്ല മാറ്റമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക്